ഉച്ചയ്ക്ക് ഉമ്മ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ച് കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ, അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടി ഉമ്മ പുറത്തേക്ക് ഇറങ്ങി. മോളെടുത്ത് പറഞ്ഞു, മോളെ ബാങ്ക് കൊടുത്ത് നിസ്കരിച്ച് ഉപ്പ വരും, നീ ഫുഡൊക്കെ വിളമ്പി വെക്ക്, ഫുഡൊക്കെ തീന്മേശയിൽ റെഡിയാക്കി വെക്ക് എന്ന് പറയാം. ഫുഡൊക്കെ വിളമ്പി വെച്ചു, റെഡിയാക്കി, എല്ലാം സാധാരണയിൽ കവിഞ്ഞ് സാധാരണയിൽ നിന്നും മറിച്ച് അവൾ അന്ന് എല്ലാവരുടെ പ്ലേറ്റിലും ചോറിട്ട് വെച്ചിട്ടുണ്ട്. ഉമ്മ കഴിക്കുന്ന പാത്രത്തിൽ കറി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാവരും വന്നിരിക്കുകയാണ്. ഉമ്മ ചോദിക്കുകയും ചെയ്തു, ഇന്നിപ്പോ എന്താ അമ്മാന്റെ കുട്ടിക്ക് പറ്റിയത്, ഇന്നിപ്പോ എന്തേ പറ്റി, നല്ല മോളാണല്ലോ, വിളമ്പി വെച്ചിട്ടുണ്ടല്ലോ, കറിയൊക്കെ ഒഴിച്ചു വെച്ചിട്ടുണ്ടല്ലോ, എന്തേപ്പോ ഇത്? അവള് വളരെ സ്വാഭാവികമായി അവള് പറയാണ്, ഒന്നുമില്ല അമ്മ, എന്താ അങ്ങനെ ചെയ്യണം തോന്നി. എല്ലാവരും ചോറ് കഴിക്കാൻ തുടങ്ങി. ഉമ്മയും ഉമ്മയുടെ ചോറും കറിയും കുഴയ്ക്കാൻ ഒരുങ്ങുമ്പോ അതിലുള്ളൊരു ഗന്ധം വരികയാണ്, വല്ലാത്തൊരു മണം വരികയാണ്. ഉമ്മ ചോദിച്ചു, ഇതെന്താ ചോറിൻ്റെ ഒരു മണ്ണെണ്ണേന്റെ മണം, ഇതെന്താ ഒരു സാധാരണ ഇല്ലാത്തൊരു മണം, നിങ്ങളുടെയൊക്കെ ചോറിനുണ്ടോ, നിങ്ങളുടെയൊക്കെ കറിക്കുണ്ടോ എന്ന് വായിൽ വെക്കുന്നതിന്റെ മുൻപ് ഉമ്മയ്ക്ക് ചോദിക്കാൻ തോന്നി. എല്ലാവരും പറഞ്ഞു, ഇല്ല ഞങ്ങളെ ചോറിനൊന്നുമില്ല. എല്ലാ ചോറും മണത്ത് നോക്കി, ഒരു ചോറിനും അങ്ങനെ ഒരു മണം ഉണ്ടായിരുന്നില്ല. ഈ ചോറിനെ പരിശോധിച്ച് നോക്കുമ്പോ വീട്ടിലുള്ള ചെടികൾക്കും പച്ചക്കറിക്കും ഒഴിക്കാൻ വെച്ച പെസ്റ്റിസൈഡ് ഉണ്ടായിരുന്നു. ഈ പെസ്റ്റിസൈഡ് എടുത്തിട്ട് പൊന്നുമോള് 21 എല്ലുകൾ പൊട്ടുന്ന വേദന സഹിച്ച് ജന്മം നൽകിയ മോള്. Download ShareChat.